ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ല സ്വാദുള്ള ഉപ്പേരി ഉണ്ടാക്കാം. 3 ഉരുളക്കിഴങ്ങ് ഏകദേശം 200 ഗ്രാം ഉണ്ടാവും. തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ പലക പോലെ നുറുക്കിയിട്ട് 4-5 ആക്കാം. ഇനി ഇതിങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് നടുമുറിച്ചാൽ മതിയാവും. ഇങ്ങനെ എല്ലാം നുറുക്കിയെടുക്കാം. ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/4 ടീസ്പൂൺ കടുക്, പൊട്ടിക്കഴിയുമ്പോൾ 6 അല്ലി വെളുത്തുള്ളി. ഇത് മൊരിയണ്ട, ചൂടായാൽ മതി. നല്ലോണം ഫ്ലെയിം കുറച്ചിട്ട് ചതച്ച മുളക് 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കരിയുമെന്ന് തോന്നുവാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റവ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇനി നല്ലോണം ഇളക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വേവിക്കാം. പകുതി മുക്കാൽ വേവ്, അതായത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇനി 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. 5 മിനിറ്റ് വേവട്ടെ. വെള്ളം വറ്റിയിട്ടുണ്ട്, ഇപ്പോൾ സോഫ്റ്റായി. ഇനി പാകത്തിന് ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഇനി 2-3 മിനിറ്റ് കഴിഞ്ഞാൽ പാകത്തിന് വെന്ത് കിട്ടും. ഇനി അടച്ചു വെക്കേണ്ട, അടച്ചു വെച്ചാൽ കൂടുതൽ വെന്ത് കുഴഞ്ഞു പോവും. ഇങ്ങനെ ഉതിർന്ന് തന്നെ ഇരിക്കണം. ഇപ്പോൾ പാകമായിട്ടുണ്ട്, എന്നാൽ വെന്ത് കുഴഞ്ഞിട്ടുമില്ല. ഓഫ് ചെയ്യാം. 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ താല്പര്യമില്ല എന്ന് വെച്ചാൽ ഒഴിവാക്കാം. ഇത് സ്പൈസിയാണ്, ഉതിർന്നിട്ടാണ്. ചോറിനും ചപ്പാത്തിക്കും കഞ്ഞിക്കും ബ്രെഡിനും ഒക്കെ ഇത് നന്നാവും.